2026 ഇലക്ട്രിക്കലും മെക്കാനിക്കലും അതേപോലെ തന്നെ അതിൽ ഡിപ്ലോമ ITI ഒക്കെ ഉള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച ഏറ്റവും മികച്ച ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. തീർച്ചയായിട്ടും നമ്മൾ 2026 ഏർലി സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് KWA ഓപ്പറേറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ന്യൂ ഇയറിൻ്റെ തലേന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഈ എക്സാം എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാൻ പറ്റുക, എഫക്റ്റീവായിട്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് KWA ഓപ്പറേറ്റർ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. വെൽക്കം ടു എൻട്രി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തിക കേരള വാട്ടർ അതോറിറ്റിയിലാണ്. ഓപ്പറേറ്റർ എന്നാണ് ഈ തസ്തികയുടെ പേരായിട്ടുള്ളത്, ഈ നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത് 27,200 മുതൽ 73,600 എന്ന് പറയുന്ന ഒരു മികച്ച പേ സ്കെയിലോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സാലറി, ഇൻ ഹാൻഡ് സാലറി തന്നെ 30,000-ന് മുകളിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഇത് പലപ്പോഴും പല ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു വേർഡ് അല്ലെങ്കിൽ വേക്കൻസീസിന്റെ കൗണ്ട് മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 2 റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ 900-ലധികം അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ 500-ലധികം അഡ്വൈസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോസ്റ്റിൽ പോയിട്ടുണ്ട്. സോ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വേക്കൻസി കുറവാണ് എന്നുള്ള രീതിയിൽ എടുക്കരുത്. കേരള വാട്ടർ അതോറിറ്റിയിൽ ഒരുപാട് പുതിയ പോസ്റ്റിങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പുതിയ ജലജീവൻ മിഷൻ പോലെയൊക്കെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ ഒരുപാട് നിയമനങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഒരു എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം ഹൈ നമ്പർ ഓഫ് വേക്കൻസി തന്നെ ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഒരുപാട് പേരുടെ മറ്റൊരു സംശയമാണ് ഏജ് ആൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏജ് ഞാൻ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അപ്പോൾ ഇതിൽ റിലാക്സേഷൻ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് OBCയും SC/ST കാറ്റഗറിയുമാണ്. സോ നിങ്ങൾ ഈ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള റിലാക്സേഷൻ നിങ്ങൾ എലിജിബിൾ ആണ്. ഇനി ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴും ഒരുപാട് വീഡിയോയുടെ താഴേക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബിടെക്കാർക്ക് പറ്റുമോ, ഡിപ്ലോമക്കാർക്ക് പറ്റുമോ, ITI ഇന്ന ബ്രാഞ്ചിന് ഇന്ന സ്ട്രീമിന് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻ്റെ ഒരു ക്ലാരിറ്റി കൂടി വരുത്താണ്. ഒന്ന്, പാസ് ഇൻ ഇലക്ട്രിസിറ്റി SSLC ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് പറഞ്ഞിട്ടുണ്ട്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ദെൻ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVT സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിരിക്കുന്നുണ്ടോ. നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ദ ട്രേഡ് ഓഫ് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ NCVT ഏതൊക്കെ പറ്റുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ, അതേപോലെ തന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതേപോലെ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇലക്ട്രിക്കൽ ഫീൽഡിലോ മെക്കാനിക്കൽ ഫീൽഡിലോ നിങ്ങൾക്കൊരു ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. NCVT ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക്കൽ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് NCVT സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഇനി അത് കൂടാതെ KGCE അഥവാ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ഗവൺമെന്റ് KGCE ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ പറ്റും, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പറ്റും, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ പറ്റും, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക് പറ്റും, KGCE ഇലക്ട്രിക്കൽ പറ്റും. ഇത്രയും എന്താ പറയുക സ്ട്രീമിലുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റ തന്നെയാണ്. അതായത് 00331 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അത് കൂടാതെ ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്,
പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ സ്ട്രീംസിൽ പറഞ്ഞിരിക്കുന്ന ഹയർ ക്വാളിഫിക്കേഷന്. ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ബിടെക് കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് പറ്റുമോ എന്നുള്ളത്. പറ്റില്ല. ബിടെക് കഴിഞ്ഞ ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ മെക്കാനിക്കലിന് ഇക്വലന്റ് ആണ് പ്രൊഡക്ഷൻ എഞ്ചിനീയർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഓരോ സ്ട്രീമിന്റെയും സബ് ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെക്കാനിക്കലിന്റെ അണ്ടറിലുള്ള പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. അതേപോലെ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ അണ്ടറിൽ തന്നെ BE ഇലക്ട്രിക്കൽ ഒക്കെ ചെയ്ത ആളുകളുണ്ടാവും, അവർക്കും അപ്ലൈ ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. സോ മെക്കാനിക്കലും ഇലക്ട്രിക്കലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനീഷ്യൽ സാലറി എന്ന് പറയുന്ന സമയത്ത് തന്നെ 30,000-ന് മുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിടെക്കാർക്കും അതേപോലെ തന്നെ ഡിപ്ലോമക്കാർക്കും ഒരേപോലെ കൺസിഡർ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നമ്മൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിലവിൽ ഈ എക്സാമിന് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഡേറ്റ് ഓഫ് എഫക്റ്റ് വന്നിരിക്കുന്നത് 7/2/2023 അതായത് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോകുന്നത് 7/2/2026 അതായത് ഫെബ്രുവരിയിലായിരിക്കും ഈ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോകുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 566 അഡ്വൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിന്നോ 5-6 വേക്കൻസിന്നൊക്കെ വന്ന പോസ്റ്റ് ആയിരിക്കും ഇത്. ഇപ്പൊ നിലവിലെ അഡ്വൈസ് തന്നെ 566 പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ അഡ്വൈസുകളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പല ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ പോസ്റ്റുകളൊക്കെ ഹയർ ക്വാളിഫിക്കേഷനുള്ള ഡിപ്ലോമക്കാരും ബിടെക്കാരും ഒക്കെ കൊണ്ടുപോകും, ഞങ്ങൾക്ക് ഈ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ ലിസ്റ്റിൽ നല്ല റാങ്ക് വാങ്ങിയിട്ടുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ബിടെക്കാരാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ബിടെക്കുകാർ പിന്നീട് നടന്നിട്ടുള്ള മറ്റു പല എക്സാംസുകളിലും ക്വാളിഫൈ ചെയ്ത് അവർ അങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതായത് ഈ എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും പിന്നീട് നടക്കുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എക്സാംസുകളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ITIക്കാരുടെ ഡിപ്ലോമക്കാരുടെ ഒന്നും അവസരം എവിടെയും നഷ്ടപ്പെടുന്നില്ല. ബിടെക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ വരുന്ന ആദ്യത്തെ ഒരു കച്ചിത്തുരുമ്പാണല്ലേ. അതായത് നിങ്ങൾ ഈ ഒരു KWA ഓപ്പറേറ്റർ തസ്തിക ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റൂല അല്ലേ. നമ്മൾ എന്താണ് അടുത്ത എക്സാംസുകൾക്ക് വേണ്ടി പഠിക്കും. ഇപ്പൊ ഞാൻ തന്നെ ഓൾറെഡി പറയാറുണ്ട്, നമ്മളൊരു എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നമ്മൾ പല നമ്മൾ പല രീതിയിലുള്ള നമ്മുടെ ആ ഒരു വിന്നേഴ്സിന്റെ ആ ഒരു സെലിബ്രേഷനിലൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്, ഇനി വരാനിരിക്കുന്ന എക്സാംസുകളും ക്രാക്ക് ചെയ്യണം എന്നുള്ളത്. സോ തീർച്ചയായിട്ടും അത്തരം അവസരങ്ങളൊന്നും ആരും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1051 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് 44.67 എന്ന് പറയുന്ന കട്ട് ഓഫ് ആണ്. ഇപ്പോൾ കട്ട് ഓഫ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത ഒരാളാണെങ്കിൽ ഈ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോ? ഒരിക്കലും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 566 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ പകുതി ആളുകൾ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ഒരു പക്ഷേ അടുത്ത ഫെബ്രുവരി ആകുന്ന സമയത്ത് ഒരു 100 അല്ലെങ്കിൽ 150 പേർ കൂടി എന്ത് ചെയ്യാൻ മതി, അഡ്വൈസ് പോയേക്കാം, ലാസ്റ്റ്ലി പോയേക്കാം. എന്നിരുന്നാലും ഈ 1051 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തൂല. ടോപ്പർ മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 82.33 ആണ്. അപ്പോൾ ഈ രണ്ട് മാർക്കുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം നല്ല ഡിഫറൻസ് ആണ് ഈ റാങ്ക് ലിസ്റ്റിൽ ടോപ്പർ മാർക്കും അതായത് കട്ട് ഓഫ് മാർക്കും തമ്മിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സേഫ് സോൺ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങളൊരു 65+ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. അതേപോലെ 70+ എങ്കിലും സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അതായത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലും അങ്ങനെയാണ്, ഹയർ മാർക്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാൻ കേരള PSC സാധ്യതയുണ്ട്. ഇപ്പോൾ റെയിൽവേ എക്സാംസ് അങ്ങനെയല്ല. റെയിൽവേ എക്സാംസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ജോലി ലഭിക്കുന്നുണ്ടാവുക. എന്നാൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കേരള PSCയിൽ മികച്ച റാങ്ക് വാങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സ്ഥിതി വിശേഷം വരാറുണ്ട്. സോ അതുകൂടി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ എക്സാമിൻ്റെ ഒരു സിലബസ് കമ്പാരിസൺ നമ്മൾ നടത്തുകയാണെങ്കിൽ 2 ടോപ്പിക്കുകളാണ് ഇവിടെ വരുന്നത്. അതായത് ഇലക്ട്രിക്കൽ സബ്ജക്റ്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ മെക്കാനിക്കൽ സബ്ജക്റ്റും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് ഇവിടെ 60% വരുന്നുണ്ട്. ഓക്കെ, 60% വെയിറ്റേജ് ഇവിടെ ഇലക്ട്രിക്കലിനാണ്. അതേപോലെ മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 40% സിലബസുമാണ് വരുന്നത്. 40%ആണ് മെക്കാനിക്കൽ വരുന്നത്. അപ്പോൾ ഈ 2 സബ്ജക്റ്റും വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ്
എന്ത് ചെയ്യുന്നുണ്ടാവുക, റാങ്ക് ലിസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച സ്കോറിലേക്ക് എത്താൻ പറ്റുക. ഇപ്പോൾ ഇലക്ട്രിക്കൽ മാത്രം പഠിച്ചിട്ട് കാര്യമല്ല, മെക്കാനിക്കൽ മാത്രം പഠിച്ചിട്ടും കാര്യമല്ല. രണ്ട് സബ്ജക്റ്റും ഈക്വൽ ഇമ്പോർട്ടൻസോട് കൂടി മുഴുവൻ ടോപ്പിക്കും പഠിച്ച് എഴുതുന്ന ഒരാൾക്ക് മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം എൻട്രിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഇലക്ട്രിക്കലിൽ ഏറ്റവും മികച്ച റിസൾട്ട് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10 റാങ്കിൽ 1ഉം 2ഉം റാങ്ക് എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണ്. ആദ്യത്തെ 10ൽ 3 റാങ്ക് ഉൾപ്പെടെ 11ാം റാങ്ക് ഉൾപ്പെടെ അങ്ങനെ പല റാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ നേടിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് 80ലധികം ഉദ്യോഗാർത്ഥികളാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാം എൻട്രിയിലൂടെ ക്രാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക്കൽ ഫാക്കൽറ്റീസും കേരളത്തിലെ ഏറ്റവും മികച്ച മെക്കാനിക്കൽ ഫാക്കൽറ്റീസും ഒരുമിച്ച് ചേരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി എന്ന് പറയുന്നത്. സോ എൻട്രിയോടൊപ്പം നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മികച്ച ഡിസിഷൻ ആയിരിക്കും 2026. അപ്പോൾ എൻട്രിയുടെ KAA ഓപ്പറേറ്റർ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. KAA ഓപ്പറേറ്ററിന്റെ ഏറ്റവും പുതിയ ബാച്ചിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓഫറിൽ തന്നെയായിരിക്കും കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ KAA ഓപ്പറേറ്റർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ഈ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിലബസ് 14 മൊഡ്യൂളുകളിലായിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 15 മാർക്കുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം 5 മാർക്കുണ്ട്, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം 5 മാർക്കുണ്ട്, അതേപോലെ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് 5 മാർക്കുണ്ട്, സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ 5 മാർക്ക്, വയറിംഗ് ആക്സസറീസ് 5 മാർക്ക്, DC മെഷീന് 5 മാർക്ക്, AC മെഷീൻ 5 മാർക്ക്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 5 മാർക്ക്, പവർ ഇലക്ട്രോണിക്സ് 5 മാർക്ക്, പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ് 10 മാർക്ക് ഉണ്ട്, IC എഞ്ചിന് 10 മാർക്ക്, പവർ ട്രാൻസ്മിഷൻ 10 മാർക്സ്, ഫ്ലൂയിഡ് വയൽസ് 10 മാർക്സ്. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സിലബസിന്റെ സ്പ്ലിറ്റ് അപ്പ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആവശ്യമാണെങ്കിൽ, അതായത് ഈ സിലബസ് മുഴുവനായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക് ബൈ ടോപ്പിക് ആവശ്യമുള്ള ആളുകൾ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയുടെ താഴെ നമ്മൾ എന്ത് ചെയ്യണം, ആ PDF കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റർ തസ്തികയുടെ PDF സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് കൃത്യമായ പ്രിപ്പറേഷനോട് കൂടി പഠിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. അതല്ല, ആ സിലബസിൽ ഓരോ കാര്യങ്ങളും അതിൻ്റെ വീഡിയോ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പോട് കൂടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയോടൊപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മികച്ച ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ എൻട്രിയുടെ KAA ഓപ്പറേറ്റർ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് 2026 സെറ്റിൽ ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ എക്സാം പ്രതീക്ഷിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എറിഞ്ഞ ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇനഫ് ആയിട്ടുള്ള ടൈം തന്നെയാണ്. കാരണം ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ITI ലെവൽ സിലബസ് ആണ്. പക്ഷേ ഇതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഇലക്ട്രിക്കലുകാരും മെക്കാനിക്കലുകാരും ഒരേപോലെ അപ്ലൈ ചെയ്യുന്ന എക്സാം ആയതുകൊണ്ടും അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കണം. മികച്ച റാങ്ക് കരസ്ഥമാക്കിയാൽ 2026 അവസാനത്തിൽ അല്ലെങ്കിൽ 2027 തുടക്കത്തിൽ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് സഫലീകരിക്കാൻ സാധിക്കും. അപ്പോൾ എൻട്രിയോടൊപ്പം ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻട്രിയിൽ ജോയിൻ ചെയ്യൂ, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.